ഇത് നമ്മൾ മോര് കാച്ചാൻ വേണ്ടിയിട്ട് പോവാണേ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മോര് കറിയുടെ വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സിമ്പിൾ, തേങ്ങ നിറക്കാതെ ഭയങ്കര സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ ഞങ്ങളുടെ ഇവിടെയൊക്കെ തേങ്ങ അരച്ചെല്ലാം പറ്റിയതാണ്. ഇത് ഞാൻ ആദ്യം കേട്ടോ. പക്ഷേ ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്ന സ്ഥിരം. പിന്നെ തേങ്ങ അരക്കുന്ന സമയം വേണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ വേണ്ടത് വറ്റൽമുളക്, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, പിന്നെ വേപ്പില വേണം. പക്ഷെ വേപ്പില നമുക്കില്ല, അവിടെ മുമ്പ് വേപ്പില ഇടുന്നില്ല. ജീരകമൊന്നും ഇല്ല. ജീരകം വേണം. പിന്നെ ജീരകം വേണം, മഞ്ഞൾപ്പൊടിയും വേണം. പിന്നെ മെയിൻ തൈര്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്നലെ തൈര് എടുത്തിട്ടുണ്ടായിരുന്നു. പച്ചത്തൈരിൻ്റെ മിച്ചം കുറച്ച് തൈര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മിക്സിയിലോട്ട് തൈര് ഇടാം. നമുക്കതിലേക്ക് കുറച്ച് ജീരകം, വളരെ കുറച്ച് മതി, ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഇത്രയും ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി, 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അരച്ചെടുക്കാം. മോരും ജീരകവും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമേ കടുക് ഇടാവേ. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഉലുവായിട്ട് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ കറിവേപ്പില ചേർത്തോട്ടെ. നമ്മുടെ വീട്ടിലില്ല കറിവേപ്പില, എല്ലാം പോയേക്കുക. പിന്നെ ഇത് വരണം. ഇത് ഏകദേശം ഒന്ന് പൊട്ടി തുടങ്ങുമ്പം ഇതും കൂടെ ആഡ് ചെയ്യാം. ഉലുവ കൂടി ഇടാവേ. പൊട്ടി വന്നിട്ട് വറ്റൽമുളക് ഇട്ടു. പിന്നെ ഉള്ളിയും കൂടെ ഇടുവാണേ. ഇനി നമ്മളിത് നന്നായിട്ട് മൂപ്പിച്ച് ആ ഉള്ളിയുടെ കളർ അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും നമുക്ക് കുറച്ചെടുത്ത് ലേശം എടുത്ത് മാറ്റി വെച്ചിട്ട് വേണം അതിലോട്ട് മോരൊഴിക്കാനായിട്ട്. ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടെ കാണിക്കാം. ഇനി ഇത് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ബാലൻസ് ചട്ടിയിലും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മോര് തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അപ്പം തന്നെ ഓഫ് ചെയ്യും കേട്ടോ. കാരണം ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് അപ്പം തന്നെ നമ്മൾ ഓഫ് ചെയ്യും. പിന്നെ ഇതിലോട്ടിനി കുറച്ച് ഇട്ടിട്ടില്ല ഉപ്പും പിന്നെ ഒന്നെങ്കിൽ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പുളിപ്പ് മാറിയത് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി താളിപ്പും കൂടെ ഒഴിക്കാം. ഇപ്പോൾ ഇതൊന്ന് പഞ്ചസാരയും കൂടെ ഇടട്ടെ. കുറച്ച് പഞ്ചസാര എടുക്കുന്നുണ്ട്. അതും കൂടെ 1 സ്പൂണില്ല, 1/2 സ്പൂണേ ഉള്ളൂ. ശർക്കരയാണ് കുറച്ചും കൂടെ. ഇത് ലേശം ഉപ്പ് കൂടെ കുറവ്, കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കട്ടോ. പുളിയുണ്ട്, നല്ല പുളിയുണ്ട്. അതെ, അവിടെ മത്തിയാണ്. ഇതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ, അതും കൂടെ താളിപ്പും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അടച്ചു വെക്കും. ഇതാണ് നമ്മുടെ മോര് കറി. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. ബൈ.